കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി വിവിധ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. പണിമുടക്കിൽ കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. തിരുവനന്തപുരത്ത് തൊഴിലാളികൾ ലേബർ കോഡ് കത്തിച്ച് പ്രതിഷേധിച്ചു. എന്നാൽ സാധാരണ നിലയിൽ സർവീസ് നടത്തുമെന്ന് KSRTCയും കൊച്ചി മെട്രോയും അറിയിച്ചു. നാടിനെ രക്ഷിക്കാനും തൊഴിലാളികളെ രക്ഷിക്കുവാനുമുള്ള ഈ ജീവിത സമരത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളികളുടെ പണിമുടക്ക് സമരമായി മാറും. ആ ചരിത്ര സമരത്തിന്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസിൽ നിന്ന് ആരംഭിച്ചത്. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, പണിമുടക്ക് തുടങ്ങാൻ ഇനി 1 മണിക്കൂർ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. കേരളം സ്തംഭിക്കും എന്നാണ് തൊഴിലാളി യൂണിയനുകൾ, സംയുക്ത തൊഴിലാളി യൂണിയനുകൾ അവകാശപ്പെടുന്നത്. കടകൾ പ്രവർത്തിക്കില്ല, അതുപോലെ അവശ്യ സർവീസുകൾ ഒഴികെയുള്ള സേവനങ്ങളും ഉണ്ടാവില്ല. KSRTC ഒക്കെ സർവീസ് നടത്തുമെന്ന് പറയുന്നുണ്ട്. കേരളത്തെ ഏത് തരത്തിൽ ബാധിക്കാനാണ് സാധ്യത? പൂർണ്ണമായി സ്തംഭിക്കുന്ന നിലയിലേക്ക് പോകുമോ അശ്വിൻ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 1 മണിക്കൂർ മാത്രമാണ് ദേശീയ പണിമുടക്കിന് ബാക്കിയുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് നിലവിലിപ്പോൾ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് വീണ്ടും തിരിച്ചെത്തിക്കുക, അങ്ങനെ 12ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ ഈ ഒരു ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലും ഈ ദേശീയ പണിമുടക്ക് ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമുക്ക് സംയുക്ത തൊഴിലാളി സംഘടനകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഏതാണ്ട് 10:00 തന്നെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഈ ലേബർ കോഡിന്റെ പകർപ്പ് കത്തിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 24 മണിക്കൂർ പണിമുടക്കിനാണ് നിലവിലിപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവശ്യ സേവനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോർ, പാലടക്കമുള്ള അവശ്യ സാധനങ്ങൾ ഈ പണിമുടക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശബരിമല നട തുറക്കുന്നതിനാൽ അവിടേക്കുള്ള യാത്രക്കാർക്കും ഈ ഒരു പരിഗണന ലഭിക്കുന്നുണ്ട്. അവരുടെ വാഹനങ്ങളെ തടയില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കോഴാഞ്ചേരിയിലും ഈ ഒരു പണിമുടക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSRTC പൂർണ്ണതോതിൽ സർവീസ് നടത്തും എന്നുള്ളതാണ് നിലവിലിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായാൽ പോലീസിന്റെ സഹായം തേടണം എന്നൊരു അറിയിപ്പാണ് KSRTC നൽകിയിട്ടുള്ളത്. മാത്രമല്ല, വാഹനങ്ങൾക്ക് നേരെ കല്ലേറോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ എത്തിയാൽ കർശന നിയമ നടപടി സ്വീകരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി KSRTC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, വാട്ടർ മെട്രോയും നാളെ മുതൽ സർവീസ് നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 6:30 മുതൽ 10 മണി വരെയാണ്. നാളെ അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമെന്നാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ അറിയിക്കുന്നത്. ഈ മണിക്കൂറുകളിൽ ഇനി പ്രതിഷേധ പ്രകടനങ്ങളടക്കം നടക്കാൻ പോകുന്നു. 12 മണിക്ക് പണിമുടക്ക് ആരംഭിക്കും. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.